അത്യുന്നതനായ ദൈവത്തിനും മഹത്വം എല്ലാവർക്കും പ്രഭാതം. അങ്ങനെ എബ്രായ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ, എബ്രായ വിശ്വാസികൾ, എബ്രായിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഭയോടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പരിശുദ്ധാത്മാവിൽ ഇത് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് എന്ന് പറയുമ്പോൾ ദൈവസിംഹാസനത്തെ കുറിക്കുകയാണ്. മഹിമാസനം എന്ന് പറഞ്ഞാൽ സ്വർഗീയ പിതാവിന്റെ ഇരിപ്പിടം. അതിന്റെ വലതുഭാഗത്ത്, അതായത് സ്വർഗത്തിലെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഇവിടെ ന്യായപ്രമാണത്തെ കുറിക്കുകയാണ്. പലപ്പോഴും ഈ ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും ഒക്കെ കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും നാം ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്, നാമോ ന്യായപ്രമാണ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാമായിരുന്നു. കർത്താവിനെ കുറച്ചുകൂടെ എന്ത് ചെയ്യാമായിരുന്നു? അതായത് യെരൂശലേം ദേവാലയത്തിന് മുമ്പ് സാക്ഷ്യ കൂടാരത്തിൽ ഒരു കൂടാരം ഉണ്ടായിരുന്നു. കൂടാരം തിരശ്ശീലകളാ അടിക്കപ്പെട്ടിരിക്കുന്ന കൂടാരത്തിന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാത്തിനും വ്യക്തമായ ഒരു കണക്കുണ്ടായിരുന്നു. ആ കണക്ക് പ്രകാരം ഉണ്ടാക്കപ്പെട്ട കൂടാരത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ യെരൂശലേം ദേവാലയം പണിതിരിക്കുന്നു. എങ്ങനെ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ കൂടാരത്തിൽ കർത്താവിന്റെ സാക്ഷ്യവട്ടവും കൃപാസനവും അതിന്മേലിറങ്ങി വരുന്ന ദൈവദേശത്തിന് കണ്ടു, അതേപോലെ അവർക്കൊരു സ്ഥലം ദൈവം ഒരുക്കി കൊടുത്തപ്പോൾ, രാജ്യം ഒരുക്കി കൊടുത്തപ്പോൾ, അതായത് അതിനു മുമ്പ് മൂവ് ചെയ്യുന്ന അവർ കൂടാരം മാറി 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 അടിച്ചു പലയിടങ്ങളിൽ കൂടെ യാത്ര ചെയ്തു വന്നു എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ദൈവിക നിവാസം ശലോമോൻ പണിയുവാണ്ടൊക്കെ ഉണ്ട്. അവിടെ ദൈവം എങ്ങനെ കൂടാരത്തിൽ ഇറങ്ങി വന്നു, അതേപോലെ തന്നെ ജനത്തോട്. അപ്പോൾ മോശയുടെ കാലശേഷം മോശ ഈ കൂടാരത്തിൽ മേഘത്തിൽ ദൈവതേജസ് വെളിപ്പെടുമ്പോൾ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തോട് ജനത്തിന്റെ ആവലാദികളും ജനത്തെ അനുഗ്രഹിക്കേണ്ട കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് ജനത്തിന് അനുഗ്രഹവും സമാധാനവും കൊടുക്കുവാൻ പിതാവായ ദൈവം പലപ്പോഴും അങ്ങനെയായിരുന്നു ആ സാക്ഷ്യ കൂടാരത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായി കഴിയുന്നത്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് ആ ന്യായപ്രമാണം കുറവുള്ളതായി കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഏഴാമത്തെ വാക്യം, 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പറയും, ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ ന്യായപ്രമാണത്തിലുണ്ടായിരുന്ന എല്ലാത്തിനും എന്തുണ്ടായിരുന്നു? ഒരു കുറവുണ്ടായിരുന്നു. കാരണം ആ ന്യായപ്രമാണ പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മനുഷ്യനായിരുന്നു. എന്നാൽ ഇക്കാലങ്ങളിൽ ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ അവന്റെ സ്വന്തം ശരീരം അവൻ യാഗമായി അർപ്പിച്ച് ലോകത്തിന്റെ പാപത്തെ വഹിച്ച് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ കുഞ്ഞാട് സ്വയമായി യാഗമർപ്പിച്ച് പിതാവിന്റെ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ ന്യായപ്രമാണത്തിന് കുറവുണ്ടായിരുന്നു. കുറവില്ലാത്ത രണ്ടാമത്തെ പ്രമാണം ദൈവം അത് ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ പിതാവിന്റെ വലതുഭാഗത്ത്, അതായത് മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് എപ്പോഴും നമുക്ക് വേണ്ടി ഇത് ആണ്ടിലൊരിക്കലല്ല, ഏതു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് യേശു കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നമുക്ക് കടന്നു ചെല്ലുവാനും നമ്മെ പോലെ ജീവിതത്തിന്റെ സകല ദുഃഖങ്ങളും ഭാരങ്ങളും വിശപ്പും ദാഹവും പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായ കർത്താവ് നമ്മുടെ സകല ദുഃഖങ്ങളും നമ്മുടെ സകല ഭാരങ്ങളും അറിഞ്ഞുകൊണ്ട് പിതാവിന്റെ, അതായത് മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും അങ്ങോട്ട് കടന്നു ചെല്ലാം, കർത്താവിനോട് നമ്മുടെ ദുഃഖം പറയാം, സങ്കടം പറയാം. പ്രിയരെ, എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരിടം കർത്താവിന്റെ ഇടം മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായത് എന്തും തുറന്നു പറയാം, നമുക്ക് ധൈര്യപൂർവ്വം പറയാം.
കർത്താവെ, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇതാണ്, എൻ്റെ ആവശ്യം ഇതാണ്, എന്തും തുറന്നു പറയുവാൻ, എന്തും മടി കൂടാതെ. അപ്പോഴൊന്നും അവൻ തള്ളിക്കളയില്ല. ഓ, നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് നമ്മളെ തള്ളിക്കളയില്ല. അവൻ നമ്മളോട് മാറോട് ചേർത്തണയ്ക്കുവൻ. അവൻ ബലഹീനമായതിനെ തന്റെ തോളിൽ ചുമന്ന് നല്ലൊരു ഇടയനാണ്. അതുകൊണ്ട് പ്രിയജനമേ, സങ്കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് ചില മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് നീ